ദാസാട്ടിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് പൂനെന്ന് നേരെ തലശ്ശേരി. അപ്പോൾ പോകുന്ന വഴിക്ക് കുമട്ടയിൽ നിൽക്കും, അവിടുന്ന് പോകും. പൂനെയിൽ ട്രാഫിക്കെല്ലാം തുടങ്ങുന്നപ്പോൾ തന്നെ നമുക്ക് ക്രോസ് ചെയ്യണം. റൈറ്റ് സൈഡിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. NH ഇത് ബൈപ്പാസിലാണ്. ബൈപ്പാസിൽ തന്നെ മെട്രോ പോകുന്നുണ്ട്. ഇവിടെ കുറേ ഫർണിച്ചർ ഷോപ്പുണ്ട്. എല്ലാ ടൈമും ഇത് പൊട്ടിക്കും, ഇത് പിന്നെ ഉണ്ടാക്കും. കുറേ ഷോപ്പുണ്ട്. പകുതി പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്ന, പകുതി പൊട്ടിച്ചിട്ടില്ല. നല്ല ഇല്ലീഗലാണെന്നാണ് തോന്നുന്നത്. ബൽഗാം 343 കിലോമീറ്റർ ഉണ്ട്. സമയം 7:10. എന്തോ ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ്. സത്താറ 108 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ബ്രിഡ്ജുമ്മൽ ബസ് നിർത്തുന്നുണ്ട്. ലോങ് ബസ് നിർത്തുന്ന, ലോങ് റൂട്ട് പോകുന്ന ബസ്സെല്ലാം നിർത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആകും. ഒരു ബസ് നിർത്തിന് മറ്റേ ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ. സിറ്റിയിലേക്ക് പോകാൻ പറ്റും. കത്രജ് നേരെ സത്താറയിലേക്ക് ബൈപ്പാസ്. സത്താറ 100 കിലോമീറ്റർ. കരാട് 152. NH 48. ഈ ബ്രിഡ്ജിൽ ഭയങ്കര സ്പീഡ് റെസ്ട്രിക്ഷൻ ഇല്ലതാ. 40 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. ഇവിടെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് ചെറിയൊരു ടണലിൽ തന്നെ സൈഡും ഫുള്ള് പാറ പൊട്ടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. ഈ ഒരു മലയാണ്. അതുകൊണ്ട് ഇവിടെ ടണൽ കെട്ടിയിട്ട് 2 സൈഡിലും ടണലുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ പണ്ട് കത്രജ് ടൗൺ വഴി പോകണേ. പേര് ന്യൂ കത്രജ് ടണൽ. 2 സൈഡിലേക്കും പോകാനും ഇങ്ങോട്ടേക്കും പോകാനും വരാനും പറ്റും. ടണൽ 1458 മീറ്റർ. ലോഡ് ശ്രീ വെങ്കടേശ്വര ടെമ്പിൾ ഉത്തരക്ഷേത്രം 18 കിലോമീറ്റർ. സെയിം നമ്മളെ ഇത് എന്താ പറയുക, തിരുപ്പതിൻ്റെ സെയിം മോഡൽ ഇവിടെ ഉണ്ട് ഒരു ക്ഷേത്രം. കേഡ് ശിവാപൂർ ടോൾ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് നടക്കുന്ന സ്ഥലത്തെല്ലാം ഓൾമോസ്റ്റ് കുറേ ഭാഗം പൂർത്തിയായിട്ടുണ്ട്. സത്താർക്ക് ഇവിടുന്ന് താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് റൈറ്റ് അടിക്കുക. സത്താറ ടൗണ് ക്രോസ് ചെയ്യുന്ന ബൈപ്പാസിലോട്ട് പോകുന്ന റൈറ്റ് സൈഡിൽ സത്താറ ടൗണ്. ഇപ്പം ജസ്റ്റ് പണി കഴിഞ്ഞ് ഫിനിഷായിട്ടില്ല, തുറന്നു തന്നത്. കോൺക്രീറ്റിൻ്റെ റോഡ്. ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് സൈഡെല്ലാം. ഇവിടെയൊക്കെ കുറച്ച് വർക്ക്, ഒരു 5-6 വർക്ക് ഇതേമാതിരി ഓവർപാസിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. എല്ലാം ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് നടക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായിട്ടും ഡിലേ ആവും. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ പന്തർപൂർ ഷോലാപൂർ റൂട്ടിലേക്കെല്ലാം പോകും. ഷോലാപൂർ വരെ റായ്ചൂരിലേക്ക്, ഹൈദരാബാദിലേക്കെല്ലാം പോകാൻ പറ്റും. കരാടിലേക്ക് ഇനി 12 കിലോമീറ്റർ ബാക്കിയുണ്ട്. എക്സിക്യൂട്ടീവ് നല്ല ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റും ഇതെല്ലാം കഴിക്കാൻ ഇവിടെ സൈഡിൽ തന്നെ കരാടിലേക്ക് എൻട്രി ചെയ്യുന്ന നടക്കുക. പിന്നെ നമ്മൾ കണ്ട് ശ്രീഹരിനെയും കണ്ണനെയും സീനനെയും ഇവിടെ വെച്ചിട്ട് നെല്ലെ മണിയുടെ പാടി കണ്ട ഹോട്ടല് സീനന്റെ സ്വന്തം ഹോട്ടല്. ഓരോ നാട്ടിൽ നിന്ന് വന്ന് നമ്മൾ ബോംബെ നാട്ടിലേക്ക്. ഇന്നലെ എവിടെയാ നിന്ന് ഇന്നലെ എവിടെയാ നിന്ന് എടാ? അവിടെ ഒരു ഉണ്ട്. അതായത് 15,000 രൂപയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. ഒരു വർഷത്തേക്ക് പിന്നെ 4 ഫ്രീ ആയിട്ടുള്ള ഇത് സ്റ്റേ. ഞാൻ 3 പ്രാവശ്യം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ 50%. ബാക്കി സ്റ്റേയില് 30%. ഓൾ ഓവർ ഇന്ത്യ 30% മാരിയറ്റ് ഹോട്ടലിൽ ഡിസ്കൗണ്ട്. നല്ലല്ലേ? 15,000 കൂപ്പൺ കൊടുക്കുകയും ചെയ്യാം. എല്ലാ വർഷവും കുമ്ട്ട നോക്കി നാട്ടിൽ പോയി നമ്മൾ ഒഴിവാക്കി. കറുപ്പടിച്ച് വന്ന കണ്ണൻ കിട്ടി.
ഹോട്ടലിന്റെ മുതലാളി. നമ്മള് രണ്ട് വണ്ടി അവര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മള് നേരെ നാട്ടിലേക്ക് പോകുന്നു. നെറളയില് നമ്മളെ ഇന്ന് കുട്ട പിടിക്കണം. ഇവർക്ക് ഇന്ന് ബോംബെ പിടിക്കണ്ടേ? ഇന്ന് ബോംബെ പിടിക്കണം. ലിജ എന്തല്ലോ എന്തല്ലോ ലിജ? നെയ്യപ്പം ആന്നത് അരിയുണ്ട് നെയ്യപ്പം. ആ കോമ്പിനേഷൻ അത്. ആ എന്നാ പിന്നെ ഓക്കെ എന്നിട്ട് കാണാം. ഓക്കെ ബൈ. ഷീനന്റെ റിലേറ്റീവിന്റെ വീട്ടില് ഭക്ഷണം കഴിക്കാൻ പോന്നു. ചിക്കൻ കറി നമ്മളെയും വിളിച്ചു. നമ്മള് പക്ഷെ പോകുന്നില്ല, നമ്മള് പോയാൽ ലേറ്റ് ആവും. നമുക്കൊന്ന് കുമിട്ട പിടിക്കണ്ടേ. എന്നാ പിന്നെ ഓക്കെ ബൈ. നമ്മള് നേരെ ഇനി കൊല്ലാപ്പൂരിലേക്ക്, കൊല്ലാപ്പൂർ നേരെ ധാർവാഡ് നേരെ എല്ലാപ്പൂരിൽ നിന്ന് നേരെ കുമിട്ടയിലേക്ക്. സായി ഇന്റർനാഷണൽ ഹോട്ടൽ ലെഫ്റ്റില്. ഇത് ഇവിടുത്തെ വാഷ്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എപ്പോഴും ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയ ഹോട്ടലാണ് ഇത്. സായി ഇന്റർനാഷണൽ ഫുഡ് കോർട്ട്. ഇത് കോലാപ്പൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ബാക്കോട്ടാണ്, ടുവേർഡ്സ് മുംബൈ റൂട്ടിൽ. നമ്മൾ കിനി ടോളെത്തി. ഇവിടെ പോകാൻ ലേറ്റാണ്. ഭയങ്കര കച്ചവടം നടക്കുന്ന സ്ഥലം ഇവിടെ. ടോള് ഭയങ്കര സ്ലോ ആണ് ഇവിടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പച്ചക്കറി, ഇവിടുത്തെ നാടൻ പച്ചക്കറി കൊണ്ടുവന്നിട്ട് വെക്കും കംപ്ലീറ്റ്. റൈറ്റ് സൈഡിൽ കോലാപ്പൂർ സിറ്റി. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിൽ പോകണം കോലാപ്പൂർ സിറ്റി. നമ്മൾ നേരെ ബൽഗാമിലേക്ക്. നമ്മൾ ശരിക്കും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് പോകുന്നത്. ഹോട്ടലിലെല്ലാം കയറി അങ്ങനെ 1 മണിക്കൂർ ലേറ്റായിട്ടില്ല. നമുക്ക് ഇവിടുത്തെ വരെ പോകണം, മറ്റേ കുമിട്ട വരെ പോകണമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. കൊല്ലാപ്പൂർ ടേൺ ചെയ്യുന്നിടക്ക് ഫുള്ള് ബ്ലോക്ക്. ഇഷ്ടംമാതിരി കാറുണ്ട്. എല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് അധികം അവിടെ നാട്ടിലേക്കെല്ലാം പോകുന്ന. അങ്ങനെ കാഗലെത്തി. കാഗൽ ബോർഡർ മഹാരാഷ്ട്ര കർണാടക ബോർഡർ. വെൽക്കം ടു കർണാടക. ലെഫ്റ്റിലെ RTO ചെക്ക് പോസ്റ്റ് കയറിയിട്ട് വണ്ടിയെല്ലാം പുറത്തിറങ്ങും. നിപ്പാണി 19 കിലോമീറ്റർ. ബെൽഗാം 91 കിലോമീറ്റർ. കൻഗോളി ടോൾ പ്ലാസ ടുവേർഡ്സ് ബെൽഗാം. ലെഫ്റ്റ് സൈഡിലെ ഫുഡ് മോള്, വലിയ ഫുഡ് മോളായിരുന്നു. എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് ഇവിടെ. നേരെ ബെൽഗാമിലേക്ക്. ലോങ് വ്യൂ, ഫുള്ള് കോൺക്രീറ്റ് റോഡ്. നല്ല വ്യൂ ആയതിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ടില്ല. അങ്ങത്തോളം ഉണ്ട് ബ്രിഡ്ജ്. ഇങ്ങനെ പോകും, അങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകും. വലിയ ബ്രിഡ്ജ്, ഫുള്ള് വർക്ക് നടക്കുന്ന ബ്രിഡ്ജിൻ്റെ. നല്ല പണി കഴിഞ്ഞ് അടിപൊളിയായിരിക്കും. ഫുള്ള് ലോങ് വ്യൂ. നേരെ ബെൽഗാമിലേക്ക് പോകുന്ന ഇവിടെ ഒരു നല്ലൊരു ക്ഷേത്രമുണ്ട്. ബാംഗ്ലൂരു ബെൽഗാവ് സംകേശ്വർ സ്ട്രേറ്റ്. സംകേശ്വർ ലെഫ്റ്റ്, ബെൽഗാം സ്ട്രേറ്റ്. അട്ടറാഗി ടോൾ പ്ലാസ. ദാവങ്കരെ സ്ട്രേറ്റ്, ബെൽഗാവി സ്ട്രേറ്റ്. എലിവേറ്റഡ് ഹൈവേ സ്റ്റാർട്ടായി. അങ്ങ് വരെ നല്ലൊരു ടേണിങ്. അത് സ്ട്രേറ്റ് വായിക്കൊരു നല്ല ടേണിങ്. സ്ലോ ആയി പോയിട്ടില്ല, പണി കിട്ടും. ബെൽഗാം സിറ്റി ക്രോസ് ചെയ്യുന്ന
നേരെ ധാർവാഡിന് നേരെ എല്ലാപ്പൂര് വഴി നേരെ അങ്ങനെ പോകും. ഹുഗ്ലി 93, കിറ്റൂർ 42. ലെഫ്റ്റ് സൈഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ട്, ബൽഗാം എയർപോർട്ടിലേക്ക്. പെട്ടെന്ന് ക്ലൈമറ്റ് എല്ലാം ഒന്ന് ചേഞ്ച് ആയി. ഒരു നല്ല മഴക്കാർ വന്നിട്ടുണ്ട്. 36 ഡിഗ്രി, നേരത്തെ 38 ഡിഗ്രി ഉണ്ടായിരുന്നു. കൊല്ലത്ത് ആദ്യത്തെ മഴ ചെറുങ്ങനെ പാറി. ധാർവാഡ് 67 കിലോമീറ്റർ ഉണ്ട്. ഷീരെ ബാഗേവാടി 6 കിലോമീറ്റർ. ധാർവാഡിന് 54 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ ടോള് 120. അങ്ങനെ നമ്മൾ ധാർവാഡ് എത്താനായി. ധാർവാഡിൽ ലെഫ്റ്റിൽ ഒരു ഹോട്ടലുണ്ട്, കമ്മത്ത്. ചെറിയ ഹോട്ടലാണ്, പക്ഷെ നല്ല ഫുഡാണ്. അപ്പുറം തന്നെ ഒരു പെട്രോൾ പമ്പും ഉണ്ട്. നമ്മൾ നേരെ പോകുന്ന ഇന്നാടെ നിർത്തിയിട്ടില്ല. നമ്മൾ നേരെ എല്ലാപ്പുള്ളിലേക്ക് വന്നു. ഓൾറെഡി ലേറ്റായി. ഇവിടുന്ന് ലെഫ്റ്റ് ധാർവാഡ്. ലാസ്റ്റ് ടൈം നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് ഹോട്ടലിൽ പോയത്. നമ്മളിപ്പോൾ നേരെ പോകും. നേരെ ഹുഗ്ലി വരെ പോവില്ല. അതിന് മുമ്പിൽ നമ്മൾ രമ്യ റെസിഡൻസിൽ നിന്ന് ലെഫ്റ്റ് അടിക്കും. ഈ റോഡ് ഇപ്പം പണി തീരുന്നില്ല. പണ്ട് സിംഗിൾ റോഡായിരുന്നു. അപ്പോൾ അത് 6 ലൈൻ 8 ലൈൻ അത്ര ആക്കിയിട്ടുണ്ട്. ലൈനൊന്നും ഇട്ടില്ല, പണി കഴിഞ്ഞിട്ടില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാർവാഡ് ഹുബ്ലി റോഡ്, ഹുബ്ബള്ളി സ്ട്രേറ്റ് റോഡ്. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങാൻ പറ്റും, നേരെ കാലകട്ടി റോഡിലേക്ക്. രമ്യ റെസിഡൻസി ഉണ്ട്. രമ്യ റെസിഡൻസിയിൽ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് പോകേണ്ടത്. രമ്യ റെസിഡൻസി പക്ഷേങ്കിൽ ഇവിടെ റൈറ്റിൽ വഴി കാണുന്നുണ്ട്. ഇപ്പം റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ആണ് നമുക്ക് ഇവിടുന്ന് റൈറ്റിൽ പോയി നോക്കാം. കാലകട്ടി 26 കിലോമീറ്റർ. നേരെ രമ്യ റെസിഡൻസിൻ്റെ ഓപ്പോസിറ്റിൽ 26 കിലോമീറ്റർ. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഇതൊരു 25 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ഈ റൂട്ടിലോട്ട് പോയാൽ. റോഡും നല്ല റോഡാണ്. ഇതിലോട്ട് വന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് വരണം. ഇത് റൈറ്റിൽ, ലെഫ്റ്റിൽ നേരെ പോയ ധാർവാഡ് സിറ്റി എത്തും. അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ലോറിക്കാറിൽ ഇപ്പോൾ ഇതിലോട്ട് തന്നെ പോകുന്നു. ക്ലൈമറ്റെല്ലാം ഒരു മഴക്കാർ ഓടിച്ച മാതിരിയുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. കുറേ തെങ്ങുണ്ട് ഇവിടെ. നല്ല റോഡാണ്, ചെറിയ റോഡാണെങ്കിൽ നല്ല സുഖം പോകാൻ. രണ്ട് സൈഡിലും ഫുള്ള് പുളിമരം. കർണാടകയിൽ അധിക സ്ഥലത്ത് നമ്മളന്ന് സാഗരെ പോകുമ്പോൾ കണ്ടിന് ഇതേമാതിരി രണ്ട് സൈഡിലും പുളിമരം. കുറേ ദൂരത്തുണ്ട്. മീഫ്ലവറും വന്നിട്ടുണ്ട്, പുളിമരവും. ചെറിയ ചെറിയ വീടുകൾ, ഗ്രാമം, ശരിയായ ഗ്രാമം. മീഫ്ലവർ പിന്നെ അതാ വലിയ അമ്പ ഇവിടെ. കണ്ടിട്ടില്ലെങ്കിൽ നേരെ എടുത്ത് തുള്ളും. രണ്ട് സൈഡിലും ഫുള്ള് കൃഷിയാണ്. ഇഷ്ടംമാതിരി വെള്ളമുണ്ട് ഇവിടെ. ടോട്ടൽ 557 കിലോമീറ്റർ ഓടി. 24.7 ആവറേജ്. ഇനി 293 കിലോമീറ്റർ കൂടി ഓടും വണ്ടി. 300 കിലോമീറ്റർ ആയില്ല മുകാംബിക ടോട്ടൽ 845 കിലോമീറ്റർ. ഐഡോംബിയിൽ നിന്ന് പല്ലവേനം മൂകാംബിക. എൻ്റെ ഈ ഷോർട്ട് കട്ട് റൂട്ടിൽ വന്നുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ 40 കൂടും. വയലെല്ലാം പുതിയ കൃഷിക്ക് വേണ്ടിയിട്ട് നല്ല ഉഴുത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വണ്ടി നേരെ കൊണ്ടുപോയി അടിച്ചു കൊടുക്കുക, ഉറങ്ങിപ്പോയതായിരിക്കും. ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ടങ്ങ് പോകും. അതാണ് നല്ലത്. കർണാടകയിൽ 90.91 ഒരു ലിറ്റർ ഡീസലിന്. പെട്രോളിന് 102.81. ടോട്ടൽ 2855, 31 ലിറ്റർ, 998 കിലോമീറ്റർ ഓടും. എനിക്ക് ടോട്ടൽ 5 പെട്രോൾ പമ്പിൻ്റെ അടുത്തുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. നല്ല റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെ. ഇവിടെയാണ് ബ്ലോക്ക്. റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് വിടുന്നുണ്ട്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒപ്പരം വണ്ടി വന്ന് ആണ് ഇത്ര സമയം, ഏകദേശം 3/4 മണിക്കൂറായി ബ്ലോക്കായിട്ട്.
കോൺക്രീറ്റ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ബ്ലോക്കാക്കിയിട്ട് കണ്ടമാനം ബ്ലോക്കായില്ല. ഇവിടെ ഇത്ര വണ്ടി ഉണ്ടാവും ബ്ലോക്കാണ് നടക്കുന്നത്. കുറേ ടൈമായിട്ടുണ്ടാവും എല്ലാം പിടിച്ച് വെച്ചിട്ട്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ കാലകെട്ടി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഉഗ്ലി ധാർവാഡ്. നേരെ പോകണം കാലകെട്ടി എള്ളാപ്പൂര് മാംഗ്ലൂർ റൂട്ട്. നേരെ അൻകോള എത്തും. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ കാലകെട്ടി. നേരെ അൻകോള NH66 ജംഗ്ഷൻ, ഗോവയിൽ പോകുന്ന കറുവാറിലേക്കെല്ലാം പോകുന്ന ജംഗ്ഷൻ നേരെ പോയാൽ എള്ളാപ്പൂര് സ്ട്രെയിറ്റ് 36 കിലോമീറ്റർ. നമ്മുടെ കാലകെട്ടി ടൗൺ തന്നെ. കാലകെട്ടി ടൗൺ ചെറിയ ടൗണാണിത്, പക്ഷേ ചെറുതെങ്കിലും കുറച്ച് ക്രൗഡഡാണ്. ഒരുവിധം സാധനമെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. കാലകെട്ടി ബസ് ഡിപ്പോ റൈറ്റ് സൈഡിൽ. നേരെ നമ്മളിനി എള്ളാപ്പൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. എള്ളാപ്പൂര് പുതിയൊരു ഹോട്ടലാന്ന് തോന്നുന്നു. ഇവിടെ തുറന്നില്ല, പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ടെങ്കിൽ നല്ലതാണ്. എള്ളാപ്പൂർ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ LPGൻ്റെ ടാങ്കർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിനിമം ഒരു 1000കണക്കിന് ടാങ്കർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്നുണ്ട്. ഇഷ്ടംമാരെ ടാങ്കർ, വേറെ ടാങ്കർ PS-ൻ്റെ ഇത്രക്കാരം ടാങ്കർ ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ. ചെറുങ്ങനെ മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ഭയങ്കര റഫ് ഡ്രൈവിംഗ് ആയി റോഡിൽ. രാത്രി വരുന്നുള്ള ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ. ഇത് ഈ വഴി കിറവറ്റി ചെറിയ ടൗൺ. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ് കാണിക്കുന്നു. ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്. ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ഏതെങ്കിലും വണ്ടി മറിഞ്ഞതായിരിക്കും. എല്ലാ പ്രാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടാവും ഇവിടെ ഗാർഡ് സെക്ഷനിൽ. ഫുള്ള് ബ്ലോക്കായാണ്ട് ഇനിയിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞാൽ ഇതിലോട്ടാണ് പോകാൻ പറ്റും, 20 കിലോമീറ്റർ അധികം ഉണ്ട്. അതുകൊണ്ട് ഇതിലോട്ടാണ് പോകുന്നത്. നമ്മൾ രണ്ട് സൈഡിലും ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. വഴിയൊന്നും അറിയില്ല, ആദ്യമായിട്ട് പോകുന്ന. 20 കിലോമീറ്റർ അധികം എന്ന് പറയുമ്പോൾ നോക്കാം എവിടെ എത്തുന്നത്. സൈഡിലും ഫോറസ്റ്റ്. കറുത്ത കടുവേൻ്റെ എല്ലാം ഫോട്ടോ കണ്ടിന്. ഈ വഴിക്കുണ്ടോ എന്നറിയില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് അവിടുത്തെ. എന്താണെന്ന് വെച്ചാൽ ഒരു പകുതി മഴയും പകുതി വെളിച്ചവും. ഇരുടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല. ഭയങ്കര ഡേഞ്ചറസ് റൂട്ട് ഇത്. ഈ റോഡ് ശരിക്കും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മളവിടെ എത്തിയാലോ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കണ്ട്, അപ്പോൾ അവിടെ ഒരു റൈറ്റിലേക്ക് ഒരു റോഡ് കണ്ട്. അപ്പോൾ അവിടെ ഒരു ടാക്സി ഡ്രൈവർ നേരെ വന്നിട്ട് ഓൺ അടിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ നേരെ പോകണ്ട, നേരെ പോയി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ എടുക്കും, ഫുള്ള് ജാമാണ്, നിങ്ങൾ ഇതിലൂടെ പോയാൽ 10-15 കിലോമീറ്റർ അധികമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇതിലൂടെ പോടുമെന്ന് പറഞ്ഞു. കറക്റ്റ് ആ സ്ഥലത്ത് നിർത്തിയോണ്ട് റൈറ്റ് അടിച്ചിട്ട് വരാൻ പറ്റി. അല്ലെങ്കിൽ കുറച്ച് മുമ്പോട്ടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്ഥിതിയാണ്. കോടമഞ്ഞെല്ലാം വന്നല്ലോ, മഴ കാണുന്നില്ലേ? മഴ പെയ്യുമ്പോൾ തന്നെ കോടമഞ്ഞ്. ഇവിടെ കഴിഞ്ഞെങ്കിൽ ഇതിലൂടെ വരാനൊന്നും പറ്റില്ല, ഇരുട്ടത്തൊന്നും തിരിയില്ല. വീടൊന്നുമില്ല, ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കൂട്ടില്ല വഴിയാ. എല്ലാപ്പോഴും ഫോറസ്റ്റിൻ്റെ ഇവിടെ എല്ലാം നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. എല്ലാം ഓരോരോ കുണ്ട് വരെയില്ല ഇവിടെ ഒന്നും. ദാസന് പേടിയായിട്ടിരിക്കുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ ആരുമില്ല. ആനയോ പുലിയോ വന്നാൽ എന്നെ തിന്നുവോ, കള്ളന്മാർ വരുവോ? പുലി, നരി, കറുത്ത നരി, പേടിയൊന്നുമില്ല. ഇല്ല, ആ മോന്ത കണ്ട മനസ്സിലാവുന്നുണ്ട് പേടിയുണ്ടോ ഇല്ലയോ. നെറ്റ്വർക്കിന് ഒരു തീരുമാനമായി. ഇങ്ങനെ ആളുള്ള ഒരു ജനവാസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ പോകേണ്ടത് ഒരു ഐഡിയ ഇല്ല. एल्लापुर लेफ्ट कितना किलोमीटर है? 7 किलोमीटर. इधर एक इधर जाएगा. ओके. ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് ഏതാ റോഡ് എന്ന് മനസ്സിലായോ?
ജിയോ നമ്മള് ഗോവ മറ്റേ ഇവിടെ പോലില്ലേ ബെൽഗാമൊക്കെ ഇരുന്ന റോഡാ ഇത്. ജിയോഗ്രഫിക്കൽ 7 ഐഡിയ കിലോമീറ്റർ ഉണ്ടാവില്ലേ? അതുവരെ ഇല്ല ദാസ്. എല്ലാപ്പോഴും 7 കിലോമീറ്റർ ഇല്ല. പുതിയൊരു റോഡും കൂടി കണ്ടുപിടിച്ച്. റോഡ് നല്ല റോഡേനു. അവിടെ നേരെ വന്നിട്ട് ഇത് എല്ലാപ്പൂരിൽ എത്തുന്ന പറയുന്നത് ഈ റോഡ്. നമ്മൾ ഒരു പ്രാവശ്യം ഈ റോഡിൽ പോയിന് ബെൽഗാമിൻ്റെ അടുത്ത് എത്തും. ഇത് ബെൽഗാം കിറ്റൂർ എത്തും ഈ റോഡ്. Turn right onto National Highway 52. എല്ലാ ഊരിലേക്കുള്ള നാഷണൽ ഹൈവേ എത്തി. മറ്റേ ബൈക്കിന് ബ്ലോക്ക് ഉണ്ടോ ഇവിടുന്ന് മുമ്പോട്ട് ബ്ലോക്ക് ഉണ്ടോ എന്നൊന്നും അറിയില്ല. സ്ലോ ആയിട്ടാ കാണുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ഒന്നും കാണുന്നില്ല. വണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക്. അയാളത് പറഞ്ഞോണ്ട് ഭയങ്കര ഭാഗ്യായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി. ഇന്ന് അടുത്ത ടൈപ്പ് പോയി അകത്തേ വന്നിട്ട് വന്ന് നിൽക്കേണ്ടി. ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റ് വെച്ചാല് നമ്മുടെ നാട്ടില് മഴ പെയ്യാൻ പോകുന്നതാ ചൂട് കൊണ്ട്. ബോംബെയിലും നല്ല ചൂടാണ്. അതിന്റെ നടുവിൽ ഈ കാട്ടിനുള്ളിൽ ചെറിയൊരു മഴയും ചെറുങ്ങനെ പാറുന്ന മഴയും. പക്ഷേ ടെമ്പറേച്ചർ 26. ഫോഗ് എല്ലാം ആയിട്ട് ടെമ്പറേച്ചർ ഇപ്പൊ 23. ഫോഗ് എല്ലാം ആയിട്ട് നല്ല രസമുള്ള ക്ലൈമറ്റ്. നല്ല സുഖമുള്ള ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ വെള്ളം ചായയോ ഒന്നും കുടിക്കുന്ന രസം. എല്ലാപ്പൂരും ടൗൺ എത്താനായി. അവിടെയും ഫുള്ള് ബ്ലോക്കാ. അങ്ങനെ നമ്മൾ എല്ലാപ്പൂരും ടൗണിലെത്തി. ഹോട്ടൽ മലബാർ കേരള ഹോട്ടല്. എല്ലാപ്പൂര് സാമാന്യം വലിയ ടൗണാണ്. എല്ലാ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അങ്ങനെ ദാസൻ പെട്ട് കിടക്കുന്ന ഈ ആന 65, അങ്കോള 71. ജോഗ് ഫോളിൽ പോവാൻ പറ്റുമോന്നറിയില്ല. ജോഗ് ഫോള് മൂകാംബിക്കുന്ന ജോഗ് ഫോള് 85 കിലോമീറ്റർ ഉണ്ട്. 90 കിലോമീറ്റർ കുട്ടയിലേക്ക് 100 എത്രയോ കിലോമീറ്റർ കാണിക്കുന്നു. അല്ല 87. 87. പക്ഷെ 2 മണിക്കൂർ 2 മണിക്കൂറിന്റെ മേലെ കാണിക്കുന്നു. അത്രയും ഇല്ല ഇവിടുന്ന് കൊല്ലൂരിലേക്ക് ജോഗ് ഫോൾ വഴി 100 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ 2 പക്ഷെ അറിയില്ല വഴി ഉണ്ടോന്ന് അറിയില്ലേ. വഴി ഇല്ലാണ്ട് കാണിക്കും. അത്ര ആളോടൊന്നും ചോദിച്ചോ. ദാസ് ഞാനാണെങ്കിലും നെയ്യപ്പം കൊണ്ടാകും. നെയ്യപ്പം ഞാനൊന്നും കാരണം 75 കിലോമീറ്റർ. മുരുടേശ്വരം 131. വേറെ ആർക്കും ഒന്നുമില്ല. അത് നമ്മുടെ അർബൈൽ ഘാട്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടില്ല. ഇത് വെച്ചാൽ ഇതിലോട്ട് ലോഡും വണ്ടിയോ കൊണ്ടുവന്ന് ചെറുങ്ങനെ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അപ്പടെ സൈഡിലേക്ക് പോകും. ഇഷ്ടംമാതിരി ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സ്ഥലം ഇത്. അബ്രൈൽ ഘാട്ടിലും നല്ല ട്രാഫിക്കാണ്. അങ്ങനെ അബ്രൈൽ ഘാട്ട് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അങ്ങനെ ഹോട്ടൽ നവമി എത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഗോകർണേൻ്റെ ജംഗ്ഷൻ എത്തും. ഇത് ശരിക്കും 42 കിലോമീറ്റർ. എല്ലാപ്പൂരിന്ന് ഡയറക്റ്റ് 42 കിലോമീറ്റർ ഇവിടത്തേക്ക്. 20 കിലോമീറ്റർ കുറഞ്ഞു കിട്ടും. കറക്റ്റ് എല്ലാപ്പൂരിന്ന് 42 കിലോമീറ്ററിന് ലെഫ്റ്റ് ഒരു ബ്രിഡ്ജുണ്ട്. അടിച്ചിട്ട് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് പോകും. ലെഫ്റ്റ് പോയാൽ യാനയാണ്. നമുക്ക് സിർസി യാന. നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഇവിടെല്ലാം നല്ല അടിപൊളി റോഡ്. ലൈനെല്ലാം ഇട്ടിട്ടുള്ള റോഡ്. നല്ല ലൈനും സൈഡിലെല്ലാം നല്ല റെഡ് റിഫ്ലക്ടറെല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം പണി നടക്കുന്നുണ്ട്. ഒരു 1/2 കിലോമീറ്റർ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 1 കിലോമീറ്ററോളം കുറച്ച് റോഡ് പോക്കാം. പിന്നെ പ്രശ്നമൊന്നുമില്ല. 21 കിലോമീറ്ററിന് ശേഷം ലെഫ്റ്റ് അടിക്കുക. NH66 സ്ട്രെയിറ്റ് പോയാൽ ഗോകർണത്തിലെത്തും. റൈറ്റ് പോയി കഴിഞ്ഞാൽ അൻകോളയെത്തും. ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വെജ് റെസ്റ്റോറൻ്റ് ആൻഡ് ലോഡ്ജിങ്. ഹോട്ടൽ ഗോകർണ പാലസ്.
അതിൻ്റെ സൈഡിലെത്തുക. വെജ് ഹോട്ടലാണ്. നമ്മളൊരു പ്രാവശ്യം നിന്നിന് ഇവിടെ. 20 കിലോമീറ്റർ ഉണ്ട് കുമട്ട. നമ്മുടെ ലെഫ്റ്റിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്, ഉടുപ്പി പാർക്ക്, പ്യൂർ വെജ്. പിന്നെ കോസ്റ്റൽ സ്പേസ് ഹോട്ടൽ ആൻഡ് ലോഡ്ജ്. നമ്മൾ മിർജാനെത്തി. ഇനി അടുത്തത് കുമട്ട 66. അങ്ങനെ നമ്മളിവിടെ സ്റ്റേ ആക്കും. ഹോട്ടൽ പാണ്ഡുരംഗ ഇൻ്റർനാഷണൽ റൈറ്റിൽ. നമുക്കിവിടെ നിന്ന് സൂട്ട് റൂമാണ് കിട്ടിയത്. വേറെ റൂമൊന്നും ഇല്ല പോലും. സൂട്ട് റൂം, കുറേ സോഫയുണ്ട്. ഇവിടെ വേറെ റൂമുണ്ട്.